നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ഒട്ടും സ്മാർട്ട് ആവാതെ ഒരു പദ്ധതി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം 2007 കരാറിന് വിരുദ്ധമാണെന്ന് രേഖകൾ പറയുന്നു. കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോം കമ്പനിയിൽ നിന്നാണ്. ഭൂമി തിരിച്ചെടുക്കുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. 2007 കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ടീകോമും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ ഇന്നലെ തീരുമാനമെടുത്തത്. കരാറിലെ 7.2.2 ക്ലോസ് പ്രകാരം ഉടമ്പടി പ്രകാരമുള്ള കെട്ടിട നിർമ്മാണത്തിലും തൊഴിലവസര സൃഷ്ടിയിലും വീഴ്ച വരുത്തിയാൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന് പറയുന്നുണ്ട്. കരാറിൽ കൃത്യമായ വ്യവസ്ഥയുള്ളപ്പോഴാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഭൂമി തിരിച്ചുപിടിക്കുന്നതിലും നഷ്ടപരിഹാരം നൽകുന്നതിലും അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്. സർക്കാരും ടീകോമും തമ്മിലുള്ള പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി പദ്ധതിയിൽ ഒരു പുരോഗതിയുമില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ടീകോം കുറെ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളൂ. പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭയാണ് തീരുമാനം കൈക്കൊണ്ടതെങ്കിലും തീരുമാനങ്ങൾ സുതാര്യതയില്ലെന്നതാണ് സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയും. കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് പറയുമ്പോഴും സിബിഐ അന്വേഷണ ആവശ്യത്തിൽ സിപിഐഎമ്മിനും സർക്കാരിനും നിലപാട് വേറെ. കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന നിലപാട് സംസ്ഥാന സർക്കാർ നാളെ ഹൈക്കോടതി അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മനസ്സിൽ തിളച്ചു വരുന്ന അവരുടെ പ്രയാസം എല്ലാവർക്കും മനസ്സിലാകുന്നേ ഉള്ളൂ. അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണം. അതിന് ഏതാണോ ഏജൻസി നല്ലത് എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ. അവരുന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എഡിഎമ്മിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതി അറിയിച്ചിരുന്നു. സിബിഐ അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നു. 24 കൊച്ചി. ദേശീയപാത 66 പ്രവർത്തന പുരോഗതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഓരോ സ്ട്രെച്ചുകളുടെയും നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്തു. ജലാശയങ്ങളിൽ നിന്നും മണ്ണെടുക്കുന്നതിനുള്ള അനുമതിക്കുള്ള അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, അവലോകനത്തിന് ശേഷം മുഖ്യമന്ത്രി ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്? അതായത് ഇന്നാണ് ദേശീയപാത 66 നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകളിലെയും നിലവിലെ നിർമ്മാണ പുരോഗതികൾ മുഖ്യമന്ത്രി വിലയിരുത്തി. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ജലാശയങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്ന കാര്യത്തിലും മറ്റും ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനുള്ള അനുമതികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ട്. അതെല്ലാം തന്നെ എളുപ്പത്തിൽ തീർപ്പാക്കാൻ വേണ്ടി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 17,000-ഓളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും ദേശീയപാത അതോറിറ്റി അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് ഉൾപ്പെടെ ദേശീയപാത അധികൃതർ മുഖ്യമന്ത്രിക്ക് വിവരങ്ങൾ കൈമാറി. 80% ഭാഗത്തോളം പല പ്രദേശത്തും നിർമ്മാണം പൂർത്തി എന്നാണ് ദേശീയപാത അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മിക്കതും മലബാർ മേഖലയിൽ കൂടിയാണ്. എന്തായാലും അടിയന്തരമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. എ വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാത 66 പ്രവർത്തന പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഓരോ സ്ട്രെച്ചുകളുടെയും നിർമ്മാണ പുരോഗതിയാണ് അവലോകനം ചെയ്തത്.
യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ-3 വിക്ഷേപണം ISRO വിജയകരമായി പൂർത്തിയാക്കി. വൈകിട്ട് 4:04 ഇരട്ട പേടകങ്ങളുമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-59 കുതിച്ചത്. സൂര്യന്റെ കൊറോണയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനമാണ് ദൌത്യം ലക്ഷ്യമിടുന്നത്. 3, 2, 1, 0. ISROയ്ക്ക് ഇത് ചരിത്ര നിമിഷം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട പേടകങ്ങളുമായി പറന്നത് ഇന്ത്യയുടെ കരുത്തനായ PSLV C-59. ടേക്ക് ഓഫിന് 18 മിനിറ്റിനു ശേഷം ഇരു പേടകങ്ങളും കൃത്യമായി ഭ്രമണപഥത്തിൽ. പ്രോബ സൗരദൗത്യത്തിന്റെ പങ്ക് വിജയകരമായി പൂർത്തീകരിച്ച് ISRO. This is a mission which is looking at the heliophysics, and we have strong science group within the country who have working collaboration with the scientists in ESA who is having interest in this mission. And all of you know that we have a solar mission Aditya L1 which is working along with this satellite, and will give fantastic science outcome in the days to come. കൊറോണോഗ്രാഫ്, ഒക്യുൾട്ടർ എന്നീ 2 ഉപഗ്രഹങ്ങളാണ് PSLV C-59 പ്രോബ-3 മിഷന്റെ ഭാഗമായി ഭ്രമണപഥത്തിലെത്തിച്ചത്. സൂര്യന്റെ ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ പാളിയെക്കുറിച്ച് ഉപഗ്രഹങ്ങൾ പഠിക്കും. ബഹിരാകാശത്ത് കൃത്യമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് പഠനം. 145 മീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഇരു ഉപഗ്രഹങ്ങളും സഞ്ചരിച്ചാണ് ഇത് സാധ്യമാക്കുക. 550 ഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടതിനാലാണ് ISRO വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസി സമീപിച്ചത്. പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇന്നലെ നടക്കേണ്ട വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത്. 24 ചെന്നൈ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മുംബൈയിൽ നടന്ന ചടങ്ങിൽ ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും സത്യവാചകം ചൊല്ലി. പ്രധാനമന്ത്രി അടക്കമുള്ളവരെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब. 2 ആഴ്ചയോളം നീണ്ട കാത്തിരിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ഫട്നാവിസിന് ഇത് 3-ാം ഊഴം. പിന്നാലെ ഉപമുഖ്യമന്ത്രിമാർ 2 പേരും സത്യവാചകം ചൊല്ലി. मी एकनाथ गंगूबाई संभाजी शिंदे ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ അടക്കം BJPയുടെ നേതൃനിര ഒന്നടങ്കം ചടങ്ങിനെത്തി. NDA അധികാരത്തിലുള്ള 10-ലേറെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആസാദ് മൈതാനിയിലെ വേദിയിലുണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ അടക്കം ബോളിവുഡ് താരങ്ങളും സച്ചിൻ ടെണ്ടുൽക്കറും ചടങ്ങിനെത്തി. വ്യവസായ ലോകത്ത് നിന്ന് മുകേഷ് അംബാനി അടക്കമുള്ളവരും VVIPകളുടെ നീണ്ട നിരയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും അടക്കം വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ആഭ്യന്തര വകുപ്പിൽ തർക്കമുണ്ടെങ്കിലും ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ കിട്ടിയേക്കും. 43-അംഗ മന്ത്രിസഭയിൽ എത്ര മന്ത്രിസ്ഥാനം ഓരോ പാർട്ടിക്കുമെന്ന കാര്യത്തിലടക്കം പ്രഖ്യാപനം കാക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കം മന്ത്രിസഭാ വിപുലീകരണ കാര്യത്തിൽ ഉണ്ടാവാതെ നോക്കേണ്ടത് ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യ കടമ്പയാണ്. മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാവുന്ന സംശയങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനവും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. തർക്കങ്ങൾക്കൊടുവിൽ ജാർഖണ്ഡ് മന്ത്രിസഭാ വികസനം പൂർത്തിയായി. 11 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. JMMൽ നിന്ന് 6-ഉം കോൺഗ്രസിൽ നിന്ന് 4-ഉം RJDയിൽ നിന്ന് 1-ആളും മന്ത്രിസഭയിലെത്തി. ജാർഖണ്ഡിലെ JMM നയിക്കുന്ന ഇന്ത്യ മുന്നണി സർക്കാരിന്റെ മന്ത്രിസഭാ വികസനം പൂർത്തിയായി. പാർട്ടി വിട്ട ചമ്പൈ സോറിന് പകരം രാംദാസ് സോറിനെയാണ് JMM മന്ത്രിസ്ഥാനത്ത് ഇത്തവണ എത്തിച്ചത്. മന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ 2 വനിതാ മന്ത്രിമാരുമുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ 5 പേർ ഇത്തവണയും മന്ത്രിസഭയിലെത്തി. കഴിഞ്ഞ മാസം 28-ന് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിൽ അനിശ്ചിതത്വം നേരിട്ടിരുന്നു. JMM മുന്നോട്ട് വെച്ച 5 MLA-മാർക്ക് ഒരു മന്ത്രിസ്ഥാനമെന്ന സൂത്രവാക്യത്തിൽ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചിരുന്നു. അനുനയ ചർച്ചകളിലൂടെയാണ് മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയായത്. സംസ്ഥാനത്തെ നിയമസഭാ സമ്മേളനം ഡിസംബർ 9-ന് ആരംഭിക്കും. 24 ഡൽഹി. മറ്റു വാർത്തകൾ നോക്കാം. സീറ്റ് അട്ടിമറിയിൽ ഉന്നതതല അന്വേഷണം. ഇംപാക്ട്
നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറി സംബന്ധിച്ച് 24 വാർത്തയിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ് ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സർക്കാർ സീറ്റ് അട്ടിമറിച്ചതിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സർക്കാർ മെറിറ്റ് അഡ്മിഷൻ നടത്തേണ്ട 37 സീറ്റ് അട്ടിമറിച്ച് മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയതിൽ ഉന്നതതല അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ്. നഴ്സിംഗ് കൌൺസിൽ, ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി, മെഡിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതിനാലാണ് ഉന്നതതല അന്വേഷണം തീരുമാനിക്കുന്നത്. ഉന്നതതല അന്വേഷണം നടത്തണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് എന്തൊക്കെ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് പരിശോധിച്ചതിന് ശേഷം ഉന്നതതല അന്വേഷണമായിരിക്കും. തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം നടത്തും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. മെറിറ്റ് അട്ടിമറിച്ച 2 നഴ്സിംഗ് മാനേജ്മെന്റുകൾക്കും CPM-ഉമായി ബന്ധമുണ്ടെന്നും വലിയ അഴിമതിയാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ്. വലിയ അട്ടിമറിയാണ് നഴ്സിംഗ് സീറ്റുകളിലുണ്ടായി. ഇത് കള്ളക്കച്ചവടമാണ്. ഈ 2 മാനേജ്മെന്റായിട്ട് CPM-ന് ബന്ധമുണ്ട്. മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയ മെറിറ്റ് സീറ്റ് തിരികെ പിടിക്കാനുള്ള നിയമസാധ്യതയും ആരോഗ്യവകുപ്പ് തേടും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ ദുരൂഹമരണത്തിൽ നിർണായക വഴിത്തിരിവ്. 596 പവൻ സ്വർണം തട്ടിയെടുക്കാൻ അബ്ദുൾ ഗഫൂറിനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ മന്ത്രവാദിയായ യുവതി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. 2023 ഏപ്രിൽ 14-നാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മാങ്ങാട് സ്വദേശി KH ഷമീന, ആൺസുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ്, പൂച്ചക്കാട് സ്വദേശി അസ്നിഫ, കൊല്ലിയ സ്വദേശി ആയിഷ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂർ ഹാജിയിൽ നിന്നും 596 പവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കി. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതി പൂച്ചക്കാട്ടെ വീട്ടിലെത്തി തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മകന്റെ പരാതിയിൽ ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് സമ്മർദ്ദം ശക്തമാക്കിയതോടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. സ്വർണം വിറ്റതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കോടതി ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇട്ട് അവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് റിക്കവർ ചെയ്യും. തട്ടിയെടുത്ത സ്വർണം കാസർഗോഡുള്ള വിവിധ ജ്വല്ലറികളിൽ വിറ്റതായാണ് സൂചന. സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അബ്ദുൾ ഗഫൂർ ഹാജിയുടെ പൂച്ചക്കാട്ടുള്ള വീട്, പ്രതികൾ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ നഗരത്തിലെ ജ്വല്ലറി എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. പ്രതികളെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. കാസർഗോഡ്. ഒല്ലൂരിൽ പോലീസുകാരെ ആക്രമിച്ച കാപ്പ കേസ് പ്രതി അനന്തുമാരി ആശുപത്രിയിലും അക്രമാസക്തനായി. SHOയ്ക്ക് 3 തവണ കുത്തേറ്റു. CPO വിപിൻ ദാസിനും പരുക്കേറ്റു. പ്രതി മാരക ലഹരിക്ക് അടിമയെന്നും അനന്തുമാരിയുടെ പേരിൽ വധശ്രമമടക്കം 13 കേസുകൾ ഉണ്ടെന്നും DIG. സ്ത്രീകളെ പിടികൂടാനായിട്ട് അവരെ ചേസ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നതാണ്. അപ്പോൾ അവരിൽ ഒരാളെ പിടികൂടി. പക്ഷേ ആ പിടികൂടിയതിൻ്റെ ഇടയിൽ അയാളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. അപ്പോൾ ആയുധം എടുത്തിട്ട് SHOൻ്റെ നേരെ ഒരു കുത്താൻ ശ്രമിച്ചു, കുത്തുകയും ചെയ്തു. 3 ഇഞ്ചുറീസ് ഉണ്ട് അദ്ദേഹത്തിന്. 3 സ്റ്റാബ് ഇഞ്ചുറി ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം സ്റ്റേബിളാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരു മൈനർ സർജറിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞു. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട്, പ്രതികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. മുമ്പ് കേസുണ്ട്, 12ഓളം കേസ് എന്തോ ഉണ്ട്, പ്രിവെൻറ്റീവ് അറസ്റ്റ് അടക്കം. നിരവധി വധശ്രമ കേസുകളൊക്കെ ഉള്ള വ്യക്തിയാണ്. വാർത്തയിലേക്ക്. തിരുവനന്തപുരം പാളയം CPIM ഏരിയ സമ്മേളനത്തിന് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനും പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതാക്കിയെന്ന് പോലീസ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, വലിയ ബുദ്ധിമുട്ട് ഈ മേഖലയിൽ ഈ റോഡ് കെട്ടിയടച്ച സ്റ്റേജ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെട്ടിരുന്നു. പോലീസ് ഇപ്പോൾ മാത്രമാണോ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? ആർക്കെതിരെയാണ് കേസ്?
അതായത് ഈ റോഡ് തടഞ്ഞ് ഏരിയ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇന്ന് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പാളയം ഏരിയ സമ്മേളനത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റോഡ് തടഞ്ഞ സ്റ്റേജ് കെട്ടി ഒപ്പം തന്നെ പ്രകടനം നടത്തി ഉൾപ്പെടെയുള്ള ഇത് ചുമത്തിക്കൊണ്ടാണ് മഞ്ചൂർ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ പോലീസ് എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഈ പാർട്ടി CPM പ്രവർത്തകർ ഇല്ലാതാക്കിയെന്ന് വ്യക്തമായി എഫ്ഐആറിൽ പറയുന്നു. അനധികൃതമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ, പോലീസിനോട് മോശമായി പെരുമാറൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. കണ്ടാൽ അറിയുന്ന 500ഓളം പേർക്കെതിരെയാണ് കേസ്. പക്ഷേ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. കാരണം CPM സംസ്ഥാന സെക്രട്ടറിയും ഈ പാളയം ഏരിയ A. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പാളയം CPIM ഏരിയ സമ്മേളനത്തിന് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനുമാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ആ വഴി യാത്ര ചെയ്തിരുന്ന യാത്രക്കാർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം മഞ്ചൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചു. എടത്വ സ്വദേശി ആൽവിൻ ജോർജാണ് മരിച്ചത്. ഇതോടെ മരണം 6. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആൽവിൻ ജോർജിനെ ഇന്നലെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 4:30 അന്ത്യം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിക്കും. ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റ ആൽവിൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ആൽവിൻ ജോർജ്. ആലപ്പുഴയിലേക്ക് സിനിമ കാണാൻ പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ എതിർദിശയിൽ വന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. പരിക്കേറ്റ മുഹസിന് ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നൽകുന്നുണ്ട്. തുടയെല്ല് പൊട്ടിയതിന്റെ ശസ്ത്രക്രിയ ഗൗരിശങ്കറിന് നാളെ നടത്തും. ആനന്ദമനുവിന് രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കുറവുണ്ട്. അത് പരിഹരിക്കാനുള്ള മരുന്നുകൾ തുടരുകയാണ്. എല്ലാവർക്കും സൈക്യാട്രിക് കൺസൾട്ടേഷൻ നടത്താനും മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. 24 ആലപ്പുഴ. കോഴിക്കോട് എലത്തൂരിൽ HPCL ഡിപ്പോയിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്നും സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. ജലാശയങ്ങൾ നാളെ മുതൽ ശുദ്ധീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റ് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. റവന്യൂ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ടിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന കണ്ടെത്തൽ. 1500 ലിറ്റർ ഇന്ധനം പുറത്തേക്കൊഴുകിയ ശേഷമാണ് HPCL അധികൃതർ സംഭവം അറിഞ്ഞത്. വിഷയത്തിൽ ഫാക്ടറി നിയമം അനുസരിച്ച് കേസെടുത്തിട്ടുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ അനുസരിച്ചും പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരവും കേസെടുക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. ടാങ്കിൽ ഇന്ധനം നിറഞ്ഞതിൻ്റെ ഭാഗമായി അത് മനസ്സിലാക്കാതെ പുറത്തേക്ക് ഒഴുകിയത് കൊണ്ടാണ്, ചോർച്ച കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അങ്ങനെ തന്നെയാണോ ഉണ്ടായത്, അല്ല ചോർച്ചയുണ്ടോ? അത് നമുക്ക് ഉറപ്പുവരുത്തണം. അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നിലവാരത്തിൽ തന്നെയും ഗവൺമെൻറ് നിലവാരത്തിൽ തന്നെയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ നടന്ന ചർച്ചയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം. മുംബൈയിൽ നിന്ന് പ്രത്യേക രാസപദാർത്ഥം എത്തിച്ച് ശുചീകരണം നടത്തും. ചോർച്ച തന്നെയാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തും. ഇന്നും ചെറിയ രീതിയിൽ ചോർച്ച കണ്ടത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഈ പ്രയാസങ്ങളൊന്നും തന്നെ കമ്പനി അർഹിക്കുന്ന രീതിയിലുള്ളൊരു പരിഗണന കമ്പനി കൊടുക്കാതെ നിസ്സാരപരമായി കമ്പനി കാണുന്നതുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കുകയാണ്. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ സർവേ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3:30 HPCL പ്ലാന്റിൽ നിന്ന് വൻതോതിൽ ഇന്ധനം പുറത്തേക്കൊഴുകിയത്. 24 കോഴിക്കോട്. പ്രമുഖ പരസ്യ ഏജൻസിയായ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് തൃശൂരിൽ പ്രവർത്തനം തുടങ്ങി. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ ഫാത്തിമ നഗറിലാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ ഓഫീസ് സമുച്ചയം. ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ മീഡിയ തുടങ്ങി പരസ്യരംഗത്തെ എല്ലാ സേവനങ്ങളും പ്രൊഫഷണലായി നിർവഹിക്കുന്ന വൈദഗ്ധ്യമുള്ള ടീമുകൾ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നതാണ് പുതിയ ഓഫീസ് സമുച്ചയം. വളപ്പില കമ്മ്യൂണിക്കേഷൻസ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർമാരായ ജോൺസ് വളപ്പില, ജെയിംസ് വളപ്പില, ഡയറക്ടർമാരായ പോൾ വളപ്പില, ലിയോ വളപ്പില എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ഒരുപാട് ബ്രാൻഡുകളെ വികസിപ്പിക്കാനും അവരെ മുഴുവൻ
വളർന്ന് വലുതാക്കാനും അടിസ്ഥാനശിലയായി പ്രവർത്തിക്കാനായിട്ട് വളപ്പില കമ്മ്യൂണിക്കേഷന് സാധിച്ചിട്ടുണ്ട്. ഇന്നും അവരിൽ ഞങ്ങളർപ്പിച്ച വിശ്വാസവും അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവുമാണ് ഞങ്ങളുടെ ഈ വ്യവസായത്തിൻ്റെ ഞങ്ങളുടെ പരസ്യ ഏജൻസിയുടെ വിജയം. കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് MD ജോസ് ആലുക്കാസ്, നന്ദിലത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാൻഡിംഗ്, മീഡിയ ബയിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഔട്ട്ഡോർ പ്രിന്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, ഇവന്റ്സ് ആൻഡ് PR തുടങ്ങി എല്ലാ മേഖലകളിലും വളപ്പില കമ്മ്യൂണിക്കേഷൻസ് സേവനം നൽകുന്നുണ്ട്. 24 തൃശൂർ. കായിക വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റിന് നാളെ എഡ്ലൈഡിൽ തുടക്കമാകും. ഡേ നൈറ്റ് ഫോർമാറ്റിലുള്ള മത്സരം ഇന്ത്യൻ സമയം രാവിലെ 9:30 മുതലാണ്. പെർത്തിലെ ചരിത്രജയം അഡ്ലൈഡിലും ആവർത്തിക്കാൻ ടീം ഇന്ത്യ. 295 റൺസ് ജയത്തോടെ സേനാരാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന ജയം സ്വന്തമാക്കിയ ഇന്ത്യ പെർത്തിൽ ഓസ്ട്രേലിയയെ തറപറ്റിക്കുന്ന ആദ്യ ടീമുമായി. നീറുന്ന ഓർമ്മകളുള്ള അഡ്ലൈഡിൽ വിദേശ മണ്ണിലെ ആദ്യ ഡേ നൈറ്റ് ടെസ്റ്റ് ജയമാണ് ഇന്ത്യൻ ലക്ഷ്യം. 2020 അഡ്ലൈഡിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറായ 36 റൺസിനാണ് ടീം പുറത്തായത്. ഇന്നും കേൾക്കുന്ന ആ പരിഹാസങ്ങൾക്കും കനത്ത മറുപടി കൊടുക്കണം. ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങൾ ഉറപ്പ്. നായകൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തിരിച്ചെത്തുമ്പോൾ പുറത്താവുന്നത് ദേവദത്ത് പടിക്കലും ധ്രുവ് ജുറലുമായിരിക്കും. ആര് ഓപ്പൺ ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾക്കും അവസാനമായി. ആദ്യ ടെസ്റ്റിൽ തിളങ്ങിയ രാഹുൽ തന്നെ ഓപ്പണിംഗിൽ ഇറങ്ങുമെന്നും താൻ മധ്യനിരയിൽ ഇറങ്ങിക്കളിക്കുമെന്നും നായകൻ രോഹിത് ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓസ്ട്രേലിയ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പരിക്കേറ്റ ജോഷ് ഹേസൽവുഡിന് പകരം സ്കോട്ട് ബോളണ്ടിനെ ഉൾപ്പെടുത്തിയതാണ് ഏകമാറ്റം. 12 ഡേ നൈറ്റ് ടെസ്റ്റുകളിൽ 11 ജയിച്ചെന്നത് ഓസ്ട്രേലിയയ്ക്ക് ആത്മവിശ്വാസമേകുന്നു. അതേസമയം തോറ്റത് ഇക്കൊല്ലം നടന്ന കളിയിലെന്നതും പെർത്തിലെ അപരാജിത റെക്കോർഡ് തകർന്നതുമെല്ലാം കങ്കാരുക്കളെ ആശങ്കയിലാക്കുന്നുമുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24 അന്വേഷണ പരമ്പര തുടരുന്നു. വഴിമുട്ടിയോ ലൈഫ്. ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കാൻ ഹെഡ്കോയിൽ നിന്ന് വായ്പയെടുക്കുന്നതിനും പ്രതിസന്ധി. ലൈഫിന് വേണ്ടി എടുക്കുന്ന വായ്പ പൊതുകട പരിധിയിൽ വരുമോ എന്ന ആശങ്കയിൽ സർക്കാരിന്റെ തീരുമാനം വൈകുകയാണ്. 700 കോടി അടിയന്തരമായി കണ്ടെത്താതെ ഈ വർഷം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട വീടുകൾക്ക് പണം നൽകാനാകില്ല. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ സർക്കാർ 4 ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ഇതിൽ 1 ലക്ഷം രൂപ സംസ്ഥാന പ്ലാനും 80,000 രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ്. ബാക്കി വരുന്ന 2,20,000 രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പയായാണ് സമാഹരിക്കുന്നത്. ബാങ്കിങ്ങേതര ധനകാര്യ സ്ഥാപനമായ ഹഡ്കോയിൽ നിന്നാണ് വായ്പ എടുക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന വീടുകൾ പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വായ്പാ വിഹിതമായി 700 കോടി രൂപയെങ്കിലും ഉടനടി കണ്ടെത്തിയേ മതിയാകൂ. എന്നാൽ വായ്പ എടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം വൈകുകയാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി സ്വീകരിക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് തീരുമാനം വൈകാൻ കാരണം. ഡിസംബർ കഴിഞ്ഞ് തീരുമാനം വരാൻ സാധ്യതയുള്ളൂ. അതുവരെ ലൈഫ് പദ്ധതിയുടെ വിഹിതം ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതും വൈകും. ഭൂമിയുള്ളതും എന്നാൽ വീടില്ലാത്തതുമായ ആളുകൾക്ക് വീട് നൽകുന്നതിനും വായ്പ എടുക്കേണ്ടതുണ്ട്. 2.71 ലക്ഷം പേരാണ് ഈ വിഭാഗത്തിലുള്ളത്. ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ 5,967 കോടി രൂപ വായ്പ എടുക്കേണ്ടി വരുമെന്നാണ് ലൈഫ് മിഷന്റെ കണക്ക്. ഇക്കാര്യത്തിലും സർക്കാരിന്റെ തീരുമാനം നീളുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വായ്പയുടെ പലിശ തിരിച്ചടവിനെയും ബാധിക്കുന്നുണ്ട്. ധനവകുപ്പിൽ നിന്ന് വൈസ് ആൻഡ് മീൻസ് ക്ലിയറൻസ് ലഭിക്കാത്തതാണ് കാരണം. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ അവതരിപ്പിച്ച ശേഷമാണ് ഇത്തവണ പലിശ തിരിച്ചടവിന് ക്ലിയറൻസ് ലഭിച്ചത്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദനത്തിന് മുൻപ് SFIക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊടികെട്ടാൻ മരത്തിൽ കയറാത്തതിന്റെ പേരിലാണ് മർദ്ദനമെന്ന് വിദ്യാർത്ഥി 24നോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. SFIയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള ഇടിമുറി ആരോപണം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വീണ്ടും ഉയരുകയാണ്. പ്രാദേശിക പാർട്ടി പ്രവർത്തകനാണ് ഇത്തവണ മർദ്ദനമേറ്റത്. ഒരു കാലിന് ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥിയെയാണ് വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ തടഞ്ഞുവെച്ച് മർദ്ദിച്ചത്. ക്യാമ്പസിലെ മരത്തിൽ കയറി SFIയുടെ കൊടികെട്ടാനുള്ള ശാസന അംഗീകരിക്കാത്തതിനായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഇടിമുറിയിൽ ക്രൂരമായി മർദ്ദിച്ചത്. മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വേറെ കാരണങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ കാരണം വെച്ച് എന്നെ കൊണ്ടുപോയി അവിടെയിട്ട് മർദ്ദിക്കുകയായിരുന്നു. അവർ ചെന്ന് മുഖത്തടിച്ചിട്ട് എന്റെ ഈ കാലിൽ ഷൂസ് ഇട്ട് ഇറക്കി ചവിട്ടിയായിരുന്നു. സോ അതിന്റെ കാലിൽ ഷൂസ് അമൽചന്ദ്, അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ്.
SFI യൂണിറ്റ് പ്രസിഡന്റ് അമൽചന്ദ്, സെക്രട്ടറി വിധു ഉദയ, ഭാരവാഹികളായ മിഥുൻ, അലൻ ജമാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് പരാതി. വിദ്യാർത്ഥിയെ അടിക്കുന്നത് തടയാനെത്തിയ സുഹൃത്ത് അഫ്സലിനെയും തല്ലി. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് 1 മണിക്കൂറിന് ശേഷം വിട്ടയച്ചത്. ഈ വിവരം നീ ഇനി പുറത്തു പറഞ്ഞാൽ നിന്റെ വീട്ടിൽ കയറി വെട്ടും, നിന്റെ ഈ 2 കാലിനെ അടിച്ചോടിക്കും എന്നൊക്കെ പറഞ്ഞു. പരാതി ലഭിച്ചിട്ടില്ലെന്നും അന്വേഷിച്ച വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ആരും നമുക്ക് പരാതി തന്നിട്ടില്ല. ഭിന്നശേഷി കമ്മീഷണറും ഒന്നും അതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടില്ല. അത് പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. പരാതി നൽകി 3 ദിവസം കഴിയുമ്പോഴും കേസെടുത്തതിനപ്പുറം SFIക്കാർക്കെതിരെ പോലീസ് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ SFIയെ വിമർശിച്ച് ASF രംഗത്തെത്തി. 24 തിരുവനന്തപുരം. കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ ഉടൻ കുറ്റപത്രം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും ഹൈക്കോടതിയിൽ ED വ്യക്തമാക്കി. EDക്ക് മറുപടി നൽകാൻ ഹൈക്കോടതി 3 ആഴ്ച സമയം നൽകിയിട്ടുണ്ട്. കൊടകര കവർച്ച കേസിന്റെ ഭാഗമായുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ED അന്വേഷിക്കുന്നത്. ഇതിൽ ഈ മാസം അവസാനമോ ജനുവരി ആദ്യമോ കുറ്റപത്രം വയ്ക്കാനാണ് നീക്കം. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് ED ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. BJP നേതാക്കൾ ആരോപണ വിധേയരായ കേസിൽ EDയുടെ അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലായിരുന്നു മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ EDക്ക് ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം നൽകി. 2023 ജനുവരിയിലാണ് കൊടകര കവർച്ച കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലിൽ ED കേസെടുത്തത്. പോലീസ് കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്ത ആളുകളാണ് ED കേസിലും ഉൾപ്പെട്ടിട്ടുള്ളത്. കേസിൽ ധർമ്മരാജനെ അടക്കം ED വിളിച്ചുവരുത്തി മൊഴിയെടുത്തിരുന്നു. 24 കൊച്ചി. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന K. ഗോപാലകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദു വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും വേർതിരിക്കാനാണ് ശ്രമം നടന്നത്. ഇവരുടെയൊക്കെ തലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചു. IAS തന്നെയാണ് തരക്കേടില്ല. IAS എന്താ പണി? ഹിന്ദു IASനെ വേർതിരിക്കുക. അങ്ങനെ വേർതിരിച്ചാൽ കുറച്ച് അബദ്ധമാണെന്ന് മനസ്സിലാക്കി ആ ചങ്ങാതി തന്നെ പറഞ്ഞു ഇനി മുസ്ലിം വിഭാഗത്തെയും വേർതിരിക്കുക. ഒരേ ആളെന്നെ. ഇവൻ്റെ എല്ലാം തലയിൽ എന്താ പറ്റിപ്പോയതെന്നാണ് പത്രത്തിൽ എഴുതിക്കോ. എന്താ തലക്ക് പറ്റിപ്പോയത് എന്നുള്ളത് സാധാരണ ചോദ്യമല്ലേ, മനുഷ്യൻ്റെ ചോദ്യമല്ലേ. എന്തുപറ്റി? ഒരാളെന്നെ ആദ്യം ഹിന്ദുവാക്കുക, പിടിക്കപ്പെട്ടപ്പോൾ മുസ്ലിമുമാക്കുക. അപ്പോൾ ഞാൻ രണ്ടിനും കാണുന്നതാണ്. ആ രീതിയിലല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതിപ്പോൾ കേസായിരിക്കുകയാണ്. കൊച്ചി മുനമ്പത്ത് നിന്ന് പോയ മീൻപിടുത്ത ബോട്ട് മുങ്ങിക്കപ്പലുമായി കൂട്ടിയിടിച്ച സംഭവത്തിൽ നാവികസേന പോലീസിൽ പരാതി നൽകി. അപകടകരമായി ബോട്ട് ഓടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. എന്നാൽ ബോട്ട് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നുവെന്നും നേവിക്കെതിരെ പരാതി നൽകുമെന്നുമാണ് ബോട്ടുടമയുടെ പ്രതികരണം. മുനമ്പത്ത് നിന്നും 13 മത്സ്യത്തൊഴിലാളികളുമായി പോയ മർത്തോമ എന്ന മത്സ്യബന്ധന ബോട്ട് നാവികസേനയുടെ മുങ്ങിക്കപ്പലുമായി കൂട്ടിയിടിച്ച സംഭവം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മഹാരാഷ്ട്ര മേഖലയോട് ചേർന്നാണ് സംഭവം ഉണ്ടായത് എന്നതിനാൽ നേവി മുംബൈ പോലീസിൽ പരാതി നൽകിക്കഴിഞ്ഞു. അപകടകരമായി ബോട്ട് ഓടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. എന്നാൽ തങ്ങളുടെ ബോട്ട് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നുവെന്നും മുങ്ങിക്കപ്പൽ കടലിനടിയിൽ നിന്നും ബോട്ടിനെ എടുത്തു മറിക്കുകയായിരുന്നു എന്നുമാണ് ബോട്ടുടമ ആരോപിക്കുന്നത്. സംഭവത്തിൽ നാളെ മുംബൈയിലെത്തി പരാതി നൽകുമെന്നും ബോട്ടുടമ ലിജു മൈക്കിൾ. പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നപ്പോഴേക്കും താഴേന്ന് ഇന്ത്യൻ നേവിയുടെ സബ്മറൈൻ വന്ന് ബോട്ടിനെ മറിച്ചിടുകയായിരുന്നു. ഇനി രക്ഷപ്പെട്ട 11 പേരാണ് നമ്മളോട് പറയണത്. ഇങ്ങനെ വലിയൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കി വന്നപ്പോഴേക്കും താഴേന്ന് ഇത് പൊന്തി വന്ന് ബോട്ടിനെ മറിച്ച് കളഞ്ഞെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അവർ ഇന്നലെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാളെ മുംബൈയിലേക്ക് പോകാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ നവംബർ 21 ഇന്ത്യൻ മത്സ്യബന്ധന കപ്പലായ മർത്തോമ ഗോവയുടെ 70 നോട്ടിക്കൽ മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ യൂണിറ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 13 പേരടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളിൽ 2 പേർ മരിക്കുകയും 11 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അദാനി കോഴിയിലും സംഭൽ സംഘർഷത്തിലും പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. സംഭൽ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അദാനി കോഴ വിഷയത്തിൽ കറുത്ത ജാക്കറ്റ് അണിഞ്ഞ് പാർലമെന്റ് വളപ്പിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. അദാനി കോഴ വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം സ്പീക്കർ വിലക്കിയതോടെ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ശൈലി മാറ്റി.
അദാനിയും മോദിയും ഒന്നെന്നും അദാനി സുരക്ഷിതനെന്നും എഴുതിയ കറുത്ത ജാക്കറ്റ് ധരിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. അദാനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരിക്കലും മോദി തയ്യാറാകില്ലെന്ന് രാഹുൽ. ലോക്സഭയിൽ സമ്പൽ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. നിഷികാന്ത് ദുബെ സംസാരിച്ച ശേഷം അവസരം നൽകാമെന്ന് സ്പീക്കർ. വിദേശ വ്യവസായി ജോർജ് സോറോസിന്റെ ഫണ്ട് കൈപ്പറ്റി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാനും പാർലമെന്റ് തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്ന ദുബെ. രാജ്യസഭയിലെ ശൂന്യവേളയിൽ BJP അംഗം സുധാൻഷു ത്രിവേദി സമാന ആരോപണം ഉന്നയിച്ചു. എന്നാൽ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ അധിക സമയം നൽകിയതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ സഭ തടസ്സപ്പെട്ടു. ലോക്സഭയിൽ റെയിൽവേ നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചകൾക്ക് മറുപടി പറയാൻ മന്ത്രി അശ്വിനി വൈഷ്ണവ് എത്തിയപ്പോഴും സമ്പൽ വിഷയവും നിഷികാന്ത് ദുബെയുടെ ആരോപണവും ഉന്നയിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്നു. ബഹളത്തെ തുടർന്ന് മറുപടി പൂർത്തിയാക്കാനാകാതെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 ഡൽഹി. തൃശൂർ പാലപ്പള്ളി എലിക്കോട് മാലിന്യക്കുഴിയിൽ വീണ് കാട്ടാന കുട്ടിച്ചെരിഞ്ഞു. വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് ആനക്കുട്ടിയെ പുറത്തെടുക്കാൻ നടത്തിയത് കഠിന പരിശ്രമമാണ്. പാലപ്പള്ളി റിസർവ് ഫോറസ്റ്റിൽ എത്തിച്ച ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. എലിക്കോട് ആദിവാസി നഗറിന് സമീപം മൊയ്തീൻകുട്ടിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കുഴിയിലാണ് ആനക്കുട്ടി വീണത്. കൂട്ടമായെത്തിയ ആനകൾക്കൊപ്പം സഞ്ചരിച്ച കുട്ടിയാന സ്ലാബ് തകർന്ന് കുഴിയിൽ വീണു. രാവിലെ 6 മണിയോടെ മറ്റാനകൾ സ്ഥലത്ത് നിലയുറപ്പിച്ചെങ്കിലും ആള് കൂടിയതോടെ കാട് കയറി. കുട്ടിയാനയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം വനം വകുപ്പിൽ അറിയിച്ചത്. ഞാൻ വരുമ്പോണ്ടായിരുന്ന ബൈറ്റാണ്. നമ്മളെ ഒരു അമ്മാവൻ്റെ മകനുണ്ട്, അദ്ദേഹമാണ് ഈ പറമ്പിലൂടെ ടാപ്പിങ്ങിന് വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ആന ഇവിടുന്ന് 6 മണി നേരത്ത് സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ആനയെ കാണുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഫോൺ വിളിച്ചു. പിന്നെ അവിടെ കുറച്ച് ഇവിടെ അയൽവാസികളൊക്കെ വന്നു നോക്കി. ആനയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ആഴ്ചയായിട്ട് അടുപ്പിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ആന ആട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. JCB എത്തിച്ച് മാലിന്യക്കുഴി വലുതാക്കി ആനയെ പുറത്തെത്തിക്കാൻ ശ്രമം നടത്തി. 11 മണിയോടെ ആന ചെരിഞ്ഞു. ആന്തരികാവയവങ്ങളിലെ പരിക്കാവാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ നിരന്തരമായി എത്തുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലുമാണ്. 24 തൃശൂർ. 12 കോടിയുടെ പൂജാ ബമ്പർ വിജയിയെ കണ്ടെത്തി. കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാർ എടുത്ത 10 ടിക്കറ്റുകളിൽ ഒന്നാണ് ആ ഭാഗ്യം എത്തിച്ചത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ജയകുമാർ ലോട്ടറി കടയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. നറുക്കെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസത്തിനപ്പുറം സസ്പെൻസ് പൊളിച്ച് ഭാഗ്യശാലി എത്തി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിനാണ് 12 കോടിയുടെ ഭാഗ്യം. ടിക്കറ്റ് എടുത്ത കൊല്ലത്തെ ജയകുമാർ ലോട്ടറി സെന്ററിൽ ഉച്ചയോടെ ദിനേശ് എത്തി. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമെത്തി ദിനേശിന് വൻ സ്വീകരണം. ഭാഗ്യം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ദിനേശ് കുമാർ 24നോട്. പണം എന്തു ചെയ്യുമെന്ന ചോദ്യത്തിനും മറുപടിയുണ്ട്. ഭാവിയിലെ പരിപാടി ആദ്യത്തെ ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം തന്നെ നമ്മൾ അത്യാവശ്യം നാട്ടിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എന്തെങ്കിലും ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ലോൺ അടയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നമ്മളല്ലാതെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ടുകൾ മൊത്തം തീർന്നു, പിന്നുള്ളവർ സഹായിക്കാൻ പറ്റാതെ വരും. ഭാഗ്യമെത്തിയതിൽ വലിയ സന്തോഷമെന്ന് ഭാര്യ. ഞാൻ വിശ്വസിച്ചില്ല. എന്നോട് വന്നപ്പം എനിക്ക് വിശ്വാസമായില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ലോട്ടറി കണ്ടാലും വിശ്വസിക്കത്തുള്ളൂ പറഞ്ഞു. അന്നേരം പിന്നെ മൊബൈലിനകത്ത് ആദ്യം കാണിച്ചു തന്ന്, അന്നേരം എനിക്ക് വിശ്വാസമായി. പിന്നെ ലോട്ടറി കാണിച്ചു. കരുനാഗപ്പള്ളിയിൽ ഫാം കർഷകനാണ് ദിനേശ് കുമാർ. കമ്മീഷനും നികുതിയും കഴിഞ്ഞ് 6,18,00,000 ദിനേശ് കുമാറിന് ലഭിക്കുക. സബ് ഏജന്റ് ഇല്ലാത്തതിനാൽ ആ കമ്മീഷൻ തുകയും ദിനേശ് കുമാറിന് ലഭിക്കും. 24 കൊല്ലം. 24 പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.